Memory allocation in C++. C++'ലെ memory allocation. Memory is created when a variable is declared. The memory needed for a program depends on number and type of data types used in a program. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ തന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ഒരു പ്രോഗ്രാമിന് ആവശ്യമുള്ള മെമ്മറി രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന്, പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പുകളുടെ എണ്ണം. രണ്ട്, ഡേറ്റ ടൈപ്പിൻ്റെ ടൈപ്പ്. പല ഡേറ്റ ടൈപ്പിനും വ്യത്യസ്തമായ സൈസുകളാണ് യൂസ് ചെയ്യുന്നത്. മെമ്മറി അലോക്കേഷൻ ഇൻ C++ ഈസ് ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്. C++ലെ മെമ്മറി അലോക്കേഷൻ രണ്ട് തരമുണ്ട്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ, രണ്ട് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. So memory allocation in C++ is classified in two types: static memory allocation and dynamic memory allocation. Static memory allocation means allocating the memory at compilation time or allocating the memory before execution time. കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി അറിയപ്പെടുന്ന പേരാണ്, അല്ലെങ്കിൽ മെമ്മറി അലോക്കേഷനെ അറിയപ്പെടുന്ന പേരാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയും. എന്നാൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്താൽ അത്തരം മെമ്മറി അലോക്കേഷനെ അറിയപ്പെടുന്ന പേരാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഈസ് പെർഫോംഡ് ഡ്യൂറിങ് റൺ ടൈം. ഡൈനാമിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണ് ന്യൂ, ഡിലീറ്റ്. So the new and delete operator is used to allocate dynamic memory. The memory allocation that takes place before execution of the program or at compile time is called static memory allocation. The memory allocation that takes place at runtime or execution time is called dynamic memory allocation. Dynamic memory is allocated by using new and delete operator. Dynamic memory allocate ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ new. ഡൈനാമിക് മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്യാനോ ഫ്രീ ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് delete. ഡൈനാമിക് മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഇതിൽ പോയിന്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ പോയിന്റർ വേരിയബിൾസ് ആർ യൂസ്ഡ് ഫോർ accessing the dynamic memory. Dynamic memory access ചെയ്യാൻ പോയിന്റർ വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. So new operator and delete operators are used for dynamic memory allocation in C++. Dynamic memory allocationുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മെമ്മറി ലീക്ക്. മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞാൽ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി കൃത്യമായും പ്രോപ്പറായും ഡെലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഡീ അലോക്കേറ്റ് ചെയ്താതെ വന്നാൽ ഓർഫൻഡ് മെമ്മറി അല്ലെങ്കിൽ അൺയൂസ്ഫുൾ മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ തവണ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തിലും ഓർഫൻഡ് മെമ്മറിയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, പുതിയതായി അലോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞാൽ. So memory leak is a problem associated with the dynamic memory allocation. So the new operator is used to trigger or allocate memory during execution time. The delete operator is used to deallocate or release memory allocated using new operator. New operator ഉപയോഗിച്ച് അലോക്കേറ്റ് ചെയ്യുന്ന ഡൈനാമിക് മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് delete operator യൂസ് ചെയ്യുന്നത്. The syntax for delete operator is delete pointer variable, and the syntax for new operator is pointer variable equal to new data type. So the delete operator and new operator are unary operators. അതായത് ഒരു ഓപ്പറാൻഡ് മാത്രം ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ന്യൂ, delete. So memory allocation in C++ is classified into two types: static memory allocation and dynamic memory allocation. Static എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ തന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു.
സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കൽ മെമ്മറി അലോക്കേറ്റ് ചെയ്താൽ ആ മെമ്മറി സൈസ് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാനോ സാധിക്കത്തില്ല. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എൻഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ സ്റ്റാറ്റിക് മെമ്മറി ഡീ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് പ്രോഗ്രാം റൺ ചെയ്യുന്ന ടൈമിലാണ്. ഇത്തരം മെമ്മറിയെ ഡീ അലോക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രീ ആക്കാൻ വേണ്ടി ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. ഡൈനാമിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്മറി ഏരിയയാണ് ഹീപ്പ് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്മറി ഏരിയയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. All dynamic memory objects are allocated to a part of a RAM called heap. And dynamic memory can only be accessed by using pointer. Pointer ഉപയോഗിച്ച് മാത്രമേ ഡൈനാമിക് മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റൂ. So static memory is allocated at compilation time. Dynamic memory is allocated at runtime. And dynamic memory is implemented by using heap, and static memory is implemented by using stack. ഒരു പ്രോഗ്രാം ആക്റ്റീവ് ആകുന്ന ടൈം മാത്രമേ ഡൈനാമിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. എന്നാൽ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ്റെ പ്രത്യേകത വേരിയബിൾസ് റിമെയിൻ പെർമനൻ്റ്ലി അലോക്കേറ്റഡ്, പെർമനൻ്റ് ആയിട്ട് തന്നെ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നു. സ്റ്റാറ്റിക് മെമ്മറി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഡൈനാമിക് മെമ്മറിയെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം അല്ലെങ്കിൽ റീ അലോക്കേറ്റ് ചെയ്യാം. റൺ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന റീ അലോക്കേറ്റ് ചെയ്യാം. സോ മെമ്മറി അലോക്കേഷൻ ഇൻ C++ ആർ ക്ലാസിഫൈഡ് ഇൻടു 2 types: static and dynamic memory allocation.